ഭഗവതാ മൈത്രേയേനാസ സംഗമഃ. മൈത്രേയൻ വിതുരനെ എപ്പോൾ കണ്ടുമുട്ടി? വിതുരൻ മൈത്രേയനെ എപ്പോഴാണ് കണ്ടുമുട്ടി? കാരണം വിതുരൻ ഭാരതദേശത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. ഭാരതദേശ പ്രധാനമന്ത്രിയായിരിക്കുന്ന ആൾക്ക് ഇങ്ങനെ ഓരോ നാട്ടിലും ചുറ്റിനടക്കാണെങ്കിൽ സമയം ഉണ്ടാവില്ല. പിന്നെ പ്രഭാഷണം കേൾക്കാൻ എപ്പോഴാണ് സമയം? അപ്പോൾ പറഞ്ഞു, ഭഗവാന്റെ കഥ കേൾക്കാൻ വേണ്ടി, തീർത്ഥയാത്ര ചെയ്യാൻ വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറപ്പെട്ടതാണ് വിതുരൻ. രാജിവെക്കാൻ എന്താ കാരണം? ആ വിതുരനെ വേണ്ട വിധത്തിൽ അവൾ സത്കരിച്ചിട്ടില്ല കൗരവന്മാർ. ഇവിടെ പറയുന്നു, സനിർഗത കൗരവ പുണ്യലബ്ധ. കൗരവന്മാർക്ക് കുറച്ച് പുണ്യം ഉണ്ടായിരുന്നു. ആ പുണ്യം ഉണ്ടായത് വരെ അദ്ദേഹം വിതുരൻ അവിടെ ഉണ്ടായിരുന്നു. പുണ്യം നഷ്ടപ്പെട്ടപ്പോൾ വിതുരൻ പുറപ്പെട്ടു. പുണ്യം നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ വന്നപ്പോൾ കൃഷ്ണ ഭഗവാനെ വേണ്ട വിധത്തിൽ അവർ നടത്തിയിട്ടില്ല. പിന്നെ ഭഗവാനെ അറസ്റ്റ് ചെയ്യാനും കൂടെ വിചാരിച്ചു ദുര്യോധനൻ. അപ്പോൾ ഭഗവാൻ വിശ്വരൂപം കാണിച്ചിട്ട് പുറപ്പെട്ടു. ഭഗവാൻ പോയ ശേഷം ധൃതരാഷ്ട്രൻ വിതുരനെ വിളിച്ച് ചോദിച്ചു, ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണം? അപ്പോൾ വിതുരൻ ഉപദേശം കൊടുത്തു, നിനക്ക് 99 മക്കൾ കിട്ടണമെങ്കിൽ ആദ്യത്തെ ഉണ്ണിയായ ദുര്യോധനനെ നാട്ടിൽ നിന്ന് പുറത്താക്കണം. ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് വിതുരൻ തീർത്ഥയാത്രയായി പുറപ്പെട്ടു. അങ്ങനെ ഓരോ തീർത്ഥക്ഷേത്രം ചുറ്റി വരുമ്പോഴാണ് വൃന്ദാവനത്തിലെത്തി. വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ പാടി വരുന്നു. മാധവ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, യാദവ കൃഷ്ണ യേതു നന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ യേതു നന്ദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ 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 രാധേ, ജയ രാധേ 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 രാധേ, ഹേ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മനമോഹന കൃഷ്ണ മനമോഹന കൃഷ്ണ. വിതുരൻ നാമം ജപിച്ചു വരുമ്പോൾ വിതുരൻ്റെ മുമ്പിൽ വേറൊരു മഹാത്മാവ് അതേപോലെ നാമം ജപിച്ചു വരുന്നു. അടുത്ത് വന്നപ്പോഴാണ് ഉദ്ധവൻ എന്ന് മനസ്സിലായി. പരസ്പരം ഇരു നമസ്കരിച്ചു. തത്രോദ്ധവം ഭാഗവതം ദദർശ. ഉദ്ധവൻ ഭഗവാന്റെ സുഹൃത്തായും മന്ത്രിയായും അങ്ങനെ ഇരുന്ന ആളാണ്, പരമഭക്തനാണ്. അപ്പോൾ ഉദ്ധവനോട് ചോദിച്ചു, ഭഗവാന്റെ ബന്ധുക്കളൊക്കെ സുഖാണോ ചോദിച്ചപ്പോൾ ഉദ്ധവൻ ധ്യാനത്തിൽ പോയ ഉദ്ധവൻ പതുക്കെ ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്ന് പറഞ്ഞു, ഭഗവാൻ എപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഭഗവാന് എല്ലാവരും മനസ്സിലാക്കിയിട്ടില്ല. സാധാരണ യാദവനായി വിചാരിച്ചു. പക്ഷേ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ചു. തന്നെ കൊല്ലാൻ വന്ന പൂതനയെപ്പോലും ഭഗവാൻ അനുഗ്രഹിച്ചു. അഹോഭഗീയം സ്തനകാലകൂട്ടം ജിഗാംസയാപായേതപ്യസാധ്വി ദേവേ ഗതിം ദാത്രിജിതാം തതോന്യം കം വാദയാതും ശരണം വ്രജേമ. അവസാനം എനിക്ക് ഭഗവാൻ ഭാഗവത ഉപദേശം കൊടുത്തു പറഞ്ഞപ്പോൾ, നിനക്ക് ഉപദേശിച്ച ഭാഗവതം എനിക്ക് ഉപദേശിക്കാമോ? വിതുരൻ ചോദിച്ചപ്പോഴാണ് ഉദ്ധവൻ പറഞ്ഞു, ഞാൻ ഭാഗവതം കേട്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വേറൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു, മൈത്രേയൻ എന്ന പേരുള്ള മഹാത്മാവ്. ആ മഹാത്മാവോട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, വിതുരൻ വന്നാൽ ഞാൻ ചെയ്ത ഉപദേശമൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. അപ്പം നിനക്ക് ആചാര്യനായിട്ട് ഭഗവാൻ മൈത്രേയനെ സങ്കല്പിച്ചിട്ടുണ്ട്. നമ്മൾ ലോകത്തിൽ പല ഗുരുക്കന്മാരെ കാണാറുണ്ട്, പക്ഷേ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് നമുക്ക് മനസ്സിൽ ചെല്ലുന്നു. എന്താ കാരണം? ഭഗവാൻ തീരുമാനിക്കുന്നതാണ് ഈ ശിഷ്യനക്ക് ഇയാളാണ് ഗുരുനാഥൻ. അപ്പം നിനക്ക് ഗുരുനാഥനായി മൈത്രേയനെ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ മൈത്രേയനെ കാണാൻ ചെന്നു വിതുരൻ. അദ്ദേഹം ഹരിദ്വാര ക്ഷേത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം. അവിടെ ചെന്ന് നമസ്കരിച്ചു. ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. സുഖായ കർമാണി കരോതി ലോകഃ നതൈ സുഖം വാന്യതു പാരമം വാ
വിന്ദേത ഭൂയസ്തത ഏവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വദേന്നഃ. ഈ ലോകത്തിൽ ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് പര്യന്തം എല്ലാ ജീവികൾക്കും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്താ? ദുഃഖിക്കാൻ പാടില്ലേ, സുഖമായിട്ട് ജീവിക്കണം. ദുഃഖം വേണ്ട, സുഖം വേണം. പക്ഷെ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. സുഖം കിട്ടാൻ വേണ്ടി എന്ത് കർമ്മം ചെയ്യുന്നുവോ അതുകൊണ്ട് തന്നെ ദുഃഖിക്കുന്നു. ആദ്യം വിചാരിക്കുന്നു വിവാഹം കഴിച്ചാൽ സുഖം വിചാരിക്കുന്നു. വിവാഹം കഴിച്ചാലോ പിന്നെ പറയും വേണ്ട, വിവാഹം വേണ്ടാമായിരുന്നു പിന്നെ പറയും. പിന്നെ കുട്ടി ഉണ്ടായാൽ സുഖം വിചാരിക്കും. കുട്ടി ഉണ്ടായ ശേഷം അവരുടെ ഈ ചില ചേച്ചി കാണുമ്പോൾ കുട്ടി ഉണ്ടായിരുന്നാൽ നന്ന, ഉണ്ടില്ലെങ്കിൽ ഉണ്ടായി എന്ന് വിചാരിക്കും. ഓരോരോ കർമ്മം കൊണ്ട് സുഖം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ കർമ്മം കൊണ്ട് തന്നെ സുഖത്തിനേക്കാൾ കൂടുതൽ ദുഃഖം ഉണ്ടാവും. എല്ലാവർക്കും ദുഃഖം. ഭിക്ഷക്കാരനൊക്കെ ദുഃഖമുണ്ട്, പണമുള്ളവർക്ക് ദുഃഖം, വിദ്വാൻ പഠിച്ച ആൾക്കും പഠിക്കാത്ത ആൾക്കും, അതേപോലെ കുട്ടികൾക്കും അച്ഛനമ്മമാർക്കും വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും എല്ലാവർക്കും അവരവരുടെ രീതിയിൽ ദുഃഖം. ഭിക്ഷക്കാരനൊക്കെ എന്താണ് ദുഃഖം? അടുത്തുള്ള ഭിക്ഷക്കാരൻ്റെ 10 രൂപ കടം മേടിച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ പറ്റാത്ത ദുഃഖം. പണക്കാരൻ 10 ലക്ഷം കടം മേടിച്ച് അത് കൊടുക്കാൻ പറ്റാത്ത ദുഃഖം. പഠിച്ച ആൾക്ക് ഞാൻ എന്തോ പഠിച്ചു, എനിക്ക് പറ്റിയ ജോലി കിട്ടുന്നില്ലല്ലോ വിചാരിച്ച് പഠിച്ച വേണ്ടി ദുഃഖം. പഠിക്കാത്ത ആൾക്ക് ഞാൻ പഠിച്ചില്ലല്ലോ, ജോലി കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച ദുഃഖം. അച്ഛനമ്മമാർക്ക് എന്താ ദുഃഖം? കുട്ടികൾ പഠിക്കുന്നില്ലല്ലോ. കുട്ടികളോട് ചോദിച്ചാൽ പഠിക്കാൻ തന്നെ ദുഃഖം പറയും. അങ്ങനെ എല്ലാവർക്കും ഓരോരോ ദുഃഖം. ഈ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് വഴി ചോദിക്കുമ്പോഴാണ് അവിടെ പറയുന്നു, സോഹം നൃണാം ക്ഷുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യേ പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാഹ സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യഃ. ഭാഗവതം കേട്ടാൽ എല്ലാ ദുഃഖത്തിനും പരിഹാരം. ഭാഗവതം എല്ലാ ദുഃഖത്തിനും പരിഹാരമായി എങ്ങനാകും? ഓരോരോ വേദനയ്ക്ക് ഓരോരോ ഗുളികയാണ്. വേറെ വേദനയ്ക്ക് വേറെ ഗുളിക, തലവേദനയ്ക്ക് വേറെ ഗുളിക പോലെ ഓരോരോ ദുഃഖത്തിന് വേറെ വേറെ പരിഹാരം പറയണ്ടേ? ഇവിടെ ഭാഗവതത്തിൽ പറയുന്നു എല്ലാ ദുഃഖത്തിന് ഭാഗവതം കേട്ടാൽ ശരിയാവും. എന്താ കാരണം? ദുഃഖത്തിന് കാരണം മനസ്സാണ്. ഈ ഭാഗവതം എന്ത് ചെയ്യുന്നു? മനസ്സിനോട് നേരാക്കി കൊടുക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കിട്ടിയാൽ മതി. ചില ആൾ പറയും എൻ്റെ ഭർത്താവ് ശരിയില്ലേ, എൻ്റെ ഭാര്യ ശരിയായിട്ടില്ലേ, എൻ്റെ കുട്ടികൾ ശരിയാവണില്ലേ, എൻ്റെ അമ്മായിയമ്മ, എൻ്റെ അമ്മായി അച്ഛൻ എന്നൊക്കെ പറയും. പക്ഷേ എല്ലാവരും ശരിയായില്ലെങ്കിലും നമ്മൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന മനസ്സ് നമുക്കും ഉണ്ടായാൽ മതി, സുഖമായിട്ട് ജീവിതം കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെയുള്ള മനസ്സ് നമുക്ക് കിട്ടിയാൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത്. അത് ഇവിടെ ഭാഗവതം നമുക്ക് ഉപദേശം തരുന്നു. എന്ത് വന്നാലും അത് ഭഗവാന്റെ പ്രസാദമായി സ്വീകരിക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് ഉണ്ടായാൽ മതി. അങ്ങനെയാണ് ബ്രഹ്മാവ് വീണ്ടും തപസ് ചെയ്ത് ഭഗവാനെ സ്തുതിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ വീണ്ടും തപസ് ചെയ്തോളൂ പറഞ്ഞപ്പോഴാണ് വീണ്ടും തപസ് ചെയ്തുകൊണ്ട് 4 കുട്ടികളെ സൃഷ്ടിച്ചപ്പോൾ എന്തായി? 4 ഭക്തന്മാർ ജനിച്ചു. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. ആ 4 കുട്ടികളോട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം, സൃഷ്ടി ചെയ്യാൻ വരൂ. അവർ പറഞ്ഞു ഞങ്ങൾക്ക് സൃഷ്ടി വേണ്ട പറഞ്ഞ് ആ 4 കുട്ടികളും ഓടി. അപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. എന്താ കാരണം? ഈ സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായ കുട്ടികൾ തന്നെ അച്ഛൻ്റെ വാക്ക് പരിപാലിച്ചിട്ടില്ലേ. അന്ന് തുടങ്ങിയതാണ് ഇന്ന് വരെ കുട്ടികൾ അച്ഛൻ്റെ വാക്ക് പരിപാലിക്കുന്നില്ല. പിന്നെ ബ്രഹ്മാവിൻ്റെ നേത്രത്തിൽ നിന്നും ഭ്രൂമധ്യയിൽ നിന്നും പുരികത്തിൻ്റെ മധ്യയിൽ നിന്നും ബ്രഹ്മാവിൻ്റെ കോപം ഒരു രൂപത്തിൽ വന്നു. അതാണ് രുദ്രൻ്റെ സൃഷ്ടി. 11 രുദ്രന്മാരാണ്. മന്യുർ, മണു, മഹിനസ്, മഹാ, ശിവൻ, ഋതധ്വജൻ, ഉഗ്രരേത, ഭവക്കാലോ, വാമദേവോ, ധൃതവ്രത എന്ന് പറഞ്ഞ് 11 രുദ്രന്മാരെയും സൃഷ്ടിച്ചു. ആ രുദ്രന്മാരൊക്കെ ഞങ്ങൾക്ക് പേര് വയ്ക്കണം, ഞങ്ങൾക്ക് കല്യാണം കഴിപ്പിക്കണം, താമസിക്കാൻ വീട് ഉണ്ടാക്കി തരണം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് 11 ഭാര്യമാരെ കൊടുത്തു, 11 സ്ഥാനങ്ങളെ കൊടുത്തു. സൃഷ്ടിച്ചോളാൻ പറഞ്ഞപ്പോൾ ഈ രുദ്രന്മാർ എന്ത് ചെയ്തു? 11 രുദ്രന്മാരും ഭൂതപ്രേതങ്ങളെ സൃഷ്ടിക്കാൻ തുടങ്ങി. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു നിങ്ങളുടെ സൃഷ്ടി നിർത്തിക്കോളൂ പറഞ്ഞ് വീണ്ടും രജോഗുണത്തോട് സൃഷ്ടിക്കാൻ തുടങ്ങി. 10 പ്രജാപതികളാണ്. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യർ, പുലഹർ, ഋതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, കർദമൻ. 10 പ്രജാപതികളെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചാൽ മാത്രം പോരാ, അവരെ രക്ഷിക്കേണ്ടേ? സൃഷ്ടിക്കുന്ന കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി സ്വയംഭൂ, മനു, ശതരൂപ എന്ന ദമ്പതിയെ സൃഷ്ടിച്ചു.
ബ്രഹ്മാവിൻ്റെ ശരീരത്തിൻ്റെ ഒരു പകുതിയിൽ നിന്നും വലത്തേ വശത്തിൽ നിന്നും സ്വയംഭവ മനുവിനെയും ഇടത്തേ വശത്തിൽ നിന്നും ശതരൂപ ദമ്പതിയെ സൃഷ്ടിച്ചു. അവരോട് പറഞ്ഞു, ഈ പ്രജാപതികൾ സൃഷ്ടിക്കുന്ന കുട്ടികളെ ഭൂമിയിൽ വെച്ച് രക്ഷിക്കണം. ഭൂമിയിൽ വെച്ച് രക്ഷിക്കാൻ പറ്റുമ്പോൾ ഭൂമി എവിടെ നോക്കുമ്പോഴാണ് അവിടെ ഭൂമിയില്ലേ. ഭൂമി പ്രളയജലത്തിൽ മുങ്ങിക്കിടക്കുന്നു. പ്രളയജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭൂമിയെ മേലെ കൊണ്ടുവരണം എന്ന് ബ്രഹ്മാവോട് മനു പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ശ്വസിച്ച അദ്ദേഹത്തിൻ്റെ ശ്വാസം വിട്ടപ്പോൾ ആ ശ്വാസക്കാത്തോട് കാറ്റായി ഭഗവാൻ നാസികാദ്വാരത്തിൽ നിന്നും അവതാരം ചെയ്തു. വരാഹതോകോ നിരക അങ്കുഷ്ഠപരിമാണക ഇത്യമിധ്യായതോ നാസാ വിവരാ സഹസാനഘ. ഭഗവാൻ ഒരു ചെറിയ പന്നിക്കുട്ടിയുടെ രൂപത്തിൽ വരാഹ രൂപത്തിൽ അവതരിച്ചു. ഇത് എന്താണ് സാധനം അറിയാതെ ബ്രഹ്മാവ് വിഷമിക്കുമ്പോഴാണ് വലിയ രൂപം സ്വീകരിച്ചു. ഘർ ഘർന്ന് ഭഗവാൻ ശബ്ദം കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലാക്കി ഭഗവാനാണെന്ന്. അങ്ങനെ ഗജമാത്ര പ്രവൃത്തി, ഒരു ആനയുടെ രൂപം വലിയ രൂപം സ്വീകരിച്ച് ഭഗവാൻ പ്രളയജലത്തിൽ ചാടി ഭൂമിയെ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നു. അതാണ് ഇന്നും നമ്മൾ സങ്കല്പിക്കുമ്പോൾ ശ്വേതവരാഹ കൽപ്പം എന്നാണ് പറയാറുണ്ട്. വരാഹ ഭഗവാന്റെ ആ തേറ്റയിലാണ് ഭൂമി നിൽക്കുന്നു. ഇതിൻ്റെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, വരാഹം പറഞ്ഞാൽ ധർമ്മം, യജ്ഞവരാഹം എന്നർത്ഥം. ധർമ്മത്തിൻ്റെ ആധാരത്തിലാണ് ഭൂമി നിൽക്കുന്നു. യാഗം ചെയ്യുമ്പോൾ 4 ആൾക്കാർ ഉണ്ടാവും. യാഗകുണ്ടത്തിൻ്റെ മുന്നിലും പിന്നിലും 2 വശത്തിലും. ആ 4 ആൾക്കാരാണ് വരാഹ ഭഗവാന്റെ 4 കാലുകൾ. യാഗം ചെയ്യാൻ വേണ്ടി ഒരു തവി ഉണ്ടാവും. അതാണ് വരാഹ ഭഗവാന്റെ നാസിക, മൂക്കു. ശ്രുത്തുണ്ട ആസീത് സുവ ഈശനാശയോഹോ ഇടോദരേ ചമസാ കണ്ണരന്ധ്രേ. അപ്പോൾ വരാഹ ഭഗവാൻ ഭൂമിയെ പിടിച്ച് നിൽക്കുന്നു പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ ആധാരത്തിലാണ് ഭൂമി നിൽക്കുന്നു. ധർമ്മം കുറഞ്ഞാൽ പിന്നെ ഭൂമി സുനാമിയിൽ മുങ്ങും. ഈ ഭൂമി സുനാമിയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ സുനാമിയായ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചാലേ ഈ ഭൂമി രക്ഷപ്പെടുള്ളൂ എന്നാണ് തത്വം. വരാഹ ഭഗവാൻ പറഞ്ഞാൽ പന്നീർ മാത്രമല്ലേ, 2 പദങ്ങളാണ്. വര അഹസ്, അതാണ് വരാഹം നമ്മൾ പറയുന്നത്. വരം പറഞ്ഞാൽ സംസ്കൃതത്തിൽ ശ്രേഷ്ഠം എന്നർത്ഥം. അഹസ് പറഞ്ഞാൽ പകൽ. വരാഹം പറഞ്ഞാൽ സുദിനം, ശ്രേഷ്ഠമായ പകൽ. ഏതാണ് ശ്രേഷ്ഠ ദിനം? ഭാഗവതം തുടങ്ങുന്ന ആദ്യത്തെ ദിവസത്തിലാണ് വരാഹവതാരം. എന്താ കാണിക്കുന്നു? ഭാഗവതം വായിക്കേണ്ട ദിവസമാണ്, സപ്താഹം തുടങ്ങേണ്ട ദിവസമാണ് ശ്രേഷ്ഠമായ ദിനം. പിന്നെ വരാഹ ഭഗവാൻ ഹിരണ്യാക്ഷനെ കൊണ്ടു പറഞ്ഞാർത്ഥം. ഹിരണ്യാക്ഷം പറഞ്ഞാൽ ഹിരണ്യം പറഞ്ഞാൽ സുവർണം. സുവർണ്ണമെന്നും ഓടി നടക്കുന്നവരാണ് ഹിരണ്യാക്ഷൻ. ഈ ലോഭത്തിൻ്റെ പ്രതീകമാണ്. ഹിരണ്യാക്ഷൻ ഇങ്ങനെ വളർന്ന് വരുന്നു എന്ന് പറയുന്നുണ്ട്. കട്യാസു കാഞ്ച അർക്കമതീത്യ തസ്ഥതോഹു. അങ്ങനെ ലോഭമാണ്. എത്ര കിട്ടിയാലും പോരാ എന്ന് തോന്നുന്ന ബുദ്ധിയാണ് ഹിരണ്യാക്ഷൻ. ആ ഹിരണ്യാക്ഷനെ നശിപ്പിക്കണമെങ്കിൽ വരാഹ ഭഗവാൻ വരണം. വരാഹം പറഞ്ഞാൽ തൃപ്തിയാണ്. തൃപ്തി എപ്പോഴും കിട്ടും? നമ്മൾ കഴിക്കുമ്പോൾ തൃപ്തി ഉണ്ടാവാറില്ലേ? ഒരു നല്ല പാൽപ്പായസം അടുത്തവർക്ക് വിളമ്പി കൊടുത്ത് അടുത്തവർ കഴിക്കുന്നത് കാണുമ്പോഴാണ് തൃപ്തി ഉണ്ടാവുക. ഏത് അനുഭവവും സ്വയം അനുഭവിക്കുന്നതിനേക്കാൾ അടുത്തവർ അനുഭവിക്കുന്നത് കാണുമ്പോഴാണ് തൃപ്തി. അപ്പോൾ വരാഹ ഭഗവാൻ ഭൂമി ഉയർത്തി കൊണ്ടുവന്നിട്ട് സ്വയം അനുഭവിച്ചിട്ടില്ലേ? മനുവിൻ്റെ കയ്യിൽ കൊടുത്തോളൂ, അനുഭവിച്ചോളൂ, ഞാൻ സാക്ഷിയായി നിൽക്കാം. അപ്പോൾ അടുത്തവർക്ക് കൊടുക്കുമ്പോഴാണ് തൃപ്തി വരുള്ളൂ. അങ്ങനെ തൃപ്തി രൂപമായ വരാഹ ഭഗവാൻ ഈ ലോഭമാകുന്ന പേരാസയാകുന്ന ഹിരണ്യാക്ഷനെ വധിച്ചു എന്നാണ് ഇതിൻ്റെ താത്വിക അർത്ഥം.